നമ്മൾ തയ്യാറാക്കുന്നത് മീൻകറിയാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന, അതേസമയം വളരെ രുചികരമായിട്ടുള്ള തേങ്ങയും മുളകും അരച്ചുള്ള ഒരു പരവക്കറിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. 1/4 കിലോ പരവ വെട്ടിക്കഴുകി പാകത്തിന് വരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ മീൻകറിക്കുള്ള അരപ്പ് നമുക്ക് തയ്യാറാക്കി എടുക്കാം. 1 കപ്പ് ചിരകിയ തേങ്ങയാണ് എടുത്തേക്കുന്നത്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ചതച്ച മുളക്, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണിൻ്റെ പകുതി അളവ് മാത്രം എടുത്താൽ മതി. പിന്നെ 3-4 ചെറിയ ഉള്ളി. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ 1 കപ്പ് വെള്ളം കുറേശ്ശെ ഒഴിച്ച് അരച്ചാണ് എടുത്തേക്കുന്നത്. ഇനി ഇത് നമുക്ക് മീൻ തയ്യാറാക്കാനുള്ള കറിച്ചട്ടിയിലേക്ക് മാറ്റാം. ജാർ കഴുകി 1/4 കപ്പ് വെള്ളവും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി 2 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കുതിർത്ത് വെച്ച കുടംപുളിയാണ്. ഇത് ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. കൂടെ തന്നെ 2 തണ്ട് കറിവേപ്പിലയും കൂടിയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചിട്ട് സ്റ്റൗ ഓൺ ആക്കാം. അപ്പോൾ അരപ്പ് ചൂടായി വന്നിട്ട് വേണം നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ കുറേ പേര് ചോദിക്കാറുണ്ട്, മീനിൻ്റെ അരപ്പ് തിളച്ച് വരുമ്പോഴത്തേക്ക് പിരിഞ്ഞു പോകുന്നെന്ന്. അപ്പോൾ അങ്ങനെ അരപ്പ് പിരിയാതിരിക്കണമെങ്കിൽ നമ്മൾ അരപ്പ് ചൂടായി വരുമ്പോൾ തന്നെ അതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കണം. മീൻ കഷ്ണങ്ങളുമായിട്ട് ചേർന്നിട്ട് അരപ്പ് തിളച്ച് മീൻ വേവിച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം വരികയില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്നവരെ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക. ഇപ്പോൾ ഇവിടെ അരപ്പ് നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം. മീൻ ചേർത്ത് നല്ലതുപോലെ ഇതൊന്ന് യോജിപ്പിച്ച് നമുക്കിതൊന്ന് തിളയ്ക്കാനായിട്ട് അടച്ചു വെക്കാം. ഇപ്പോൾ ഇവിടെ നല്ലതുപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് വേവിക്കാം. ഇപ്പോൾ ഇവിടെ 5 മിനിറ്റ് ആയിട്ടുണ്ട്. 5 മിനിറ്റ് ആയപ്പോൾ നമ്മുടെ മീനെല്ലാം നല്ല കറക്റ്റായിട്ട് വേവായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കങ്ങ് മാറ്റി വെക്കാം. ഇനി താളിക്കാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കിയെടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് പൊട്ടിക്കാം. ഇനി ഇതിലേക്ക് 4-5 ഉള്ളി വട്ട വരിഞ്ഞതിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഉള്ളി ഇപ്പോൾ ഇവിടെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കറിവേപ്പിലയും ഉണക്കമുളകും ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ആ ഒരു ചൂട് മതി കറിവേപ്പിലയൊക്കെ നമുക്ക് മൂത്ത് കിട്ടാനായിട്ട്. ഇനി ഒരല്പം പിരിയൻ മുളക് പൊടിയും കൂടിയും ചേർത്ത് യോജിപ്പിച്ച് കറിയിലേക്ക് ചേർക്കാം. ഇപ്പോൾ ഇവിടെ രുചികരമായ നമ്മുടെ പരവക്കറി തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്. ഇൻഷാ അല്ലാഹ് പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.